നദി. ആ എന്നാ നീ വായിക്കുന്നേ? ഇന്നലെ മിനിങ്ങാന്നൊരു പ്രശ്നം തീർത്തു. അപ്പോൾ രണ്ടുപേരുടെ നദീജലത്തിൻ്റെയോ? ആ അത് നീ പറഞ്ഞോ? അത് പേപ്പറിലുണ്ടോ? ആ സിന്ധു ഇവിടെ നമ്മുടെ പൈപ്പ് ഇല്ലേ ഇവിടെ കൊണ്ട് വെള്ളം വരുന്നേ, സർക്കാർ ഇട്ടേക്കണേ. ആ പൈപ്പിൻ്റെ അവിടെ സിന്ധു നദിയായും കൂടെ വന്നിട്ട് എന്നും അലമ്പ ഭയങ്കര ബഹളമാണ് ഇവർ നടത്തണേ. അങ്ങോട്ടും ഇങ്ങോട്ടും നീ എടുക്കണേ, എൻ്റെ കുട മാറ്റുന്നു, അവരെ കുട മാറ്റുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മാറ്റി ഞാൻ വരുമ്പോൾ മുട്ടാൻ ബഹളമാണ്. അപ്പം ഞാൻ പറഞ്ഞു നിങ്ങളിങ്ങനെ വഴക്കുണ്ടാക്കണ്ട, അതിൽ ഞാനൊരു കരാറ് വെക്കാമെന്ന് പറഞ്ഞു. നീ സിന്ധു വരുന്ന സമയത്ത് നദിയ വരരുത്, നദിയ വരുന്ന സമയത്ത് നിങ്ങൾ വരരുത്. അപ്പോൾ 1 മണിക്കൂറാണ് വെള്ളം വരുന്നത്. അതിൻ്റെ സമയം വെച്ച് നിങ്ങൾ നാളെ പോലെ അങ്ങനെ വാ. അപ്പോൾ ഒന്നിച്ച് വന്നാലേ ബഹളം ഉണ്ടാക്കുന്നേ. അതുകൊണ്ട് അങ്ങനെ ഒരു പരിപാടി ഞാൻ പറഞ്ഞ് ശരിയാക്കി കൊടുത്തു. ശരിയാക്കി വെച്ചു. അതാണ് സിന്ധു നദി, നദിയ നദീജലക്കര. സിന്ധുവും നദിയും തമ്മിലുള്ള കരാറ് നിങ്ങൾ റദ്ദ് ചെയ്തു. അത് തന്നെ വാർത്ത. ഞാനെങ്ങനെയുണ്ട്? മോശം നല്ലത്. ഈ ഇടപാട് ഈ പ്രശ്നമൊക്കെ പറഞ്ഞു തീർക്കാൻ ഞാൻ വിളിക്കുന്ന ആള്. പിന്നെ അല്ലെ പത്രത്തിൽ വന്നിട്ടില്ലല്ലോ. ആരെ ആൻറ്റിയോ? അത് നീ എവിടെയായിരുന്നു? കിട്ടിയെന്ന് വെച്ചാൽ ആ കുടം എൻ്റെ മേത്ത് കൊണ്ടുപോകാന്നേ. അവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ട് തടസ്സം പിടിച്ചപ്പോൾ ഞാൻ കയറി. അല്ലെ ഫോട്ടോ ഒന്നും വേണ്ട. അപ്പം ഈ കരാർ ഞാൻ പറഞ്ഞു തീർത്തു. കരാറിൽ ഇങ്ങനെ അവരങ്ങനെ വ്യവസ്ഥ വെച്ചു. ഇപ്പോൾ അലമ്പൊന്നുമില്ല. പിന്നെന്നാ സിന്ധു നദീജല കരാറിന് കേട്ടിട്ടുണ്ടോ? അത് കേട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടായിരിക്കും. അങ്ങനെയുണ്ട് ഒന്ന്. ആ വാർത്തയാണ് ഞാൻ വായിച്ചത്. നിങ്ങൾ സിന്ധുവും നദിയേയും തമ്മിൽ അവിടെ കിടന്ന് തല്ല് ഉണ്ടാക്കിയ കഥയല്ല. അയ്യോ ഒരു മധ്യസ്ഥം വന്നേക്കുന്നു. അയ്യോ നീ അത് അറിഞ്ഞില്ലേ? തലക്കെട്ട് മുട്ടിയത് അറിഞ്ഞു അല്ലേ?